ഗൈസ്, നിങ്ങളിത് പോകുന്ന ഓട്ടോ ഉണ്ടോ? ചില ആൾക്കാരെ നമ്മൾ ലൈഫിൽ ഒരിക്കൽ കണ്ട പിന്നീട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ മറക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരാളാണ് അത് ആട്ടോയ്ക്കകത്തിരുന്ന് ആ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ. അദ്ദേഹത്തെ ഞാൻ ഇനി ഒരിക്കലും മറക്കൂല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നൊരു പരിചയം മാത്രമേ ഞാനും അദ്ദേഹവും തമ്മിലുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൽ നിന്ന് 8-10 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ യമഹയുടെ സർവീസ് സെൻറ്റർ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് യൂബർ വിളിച്ചാണ് വന്നത്. വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് വണ്ടി സർവീസിന് കഴിഞ്ഞു. അത് എടുത്തിട്ട് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാണ്. ഇപ്പം മിലിറ്ററി സർവീസിൽ ഉണ്ടായിരുന്ന ചേട്ടനാണ്. ഇപ്പോൾ ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് വണ്ടിയും കൂടെയൊക്കെ ഓടിച്ച് കഷ്ടപ്പെടുന്നൊരു ചേട്ടനാണ് കേട്ടോ. അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് ഇവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് അതിനകത്ത് വെച്ച് മറന്നു. അദ്ദേഹത്തിന് അത് ഇവിടെ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളിയുടെ ഓട്ടം നോക്കി പോയാൽ പോരെ. ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്ത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, ഈ കിള്ളിപ്പാലത്തുള്ള യമഹയുടെ ട്രിവാൻഡ്രം കിള്ളിപ്പാലത്തുള്ള യമഹയുടെ സർവീസ് സെൻറ്ററിൽ ഇവിടെ വന്ന് ഞാൻ അകത്തുണ്ടോ എന്ന് അന്വേഷിച്ച് ആ ഹെൽമെറ്റ് എന്നെ തന്നേൽപ്പിച്ചിട്ട് പോയി. അത് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. ഒന്ന്, ആ ഒരു എക്സ് സർവീസുകാരൻ്റെ ഗുണം. 2, നമുക്ക് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പം നമ്മൾ ഓട്ടോ ഡ്രൈവർമാരെയും ഓട്ടോ ചേട്ടന്മാരെയൊക്കെ മോശമായിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാ തൊഴിൽ ചെയ്യുന്ന കൂട്ടത്തിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഒക്കെ ഉണ്ട്. സോ ഇതൊരു നല്ല ചേട്ടൻ. ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹം എനിക്ക് ചെയ്തു തന്ന ഒരു ഹെൽപ്പ് എനിക്ക് ഭയങ്കര, ഇന്നത്തെ ദിവസം കൊള്ളാം എന്തായാലും കേട്ടോ. അടിപൊളി. താങ്ക് യു ചേട്ടാ. പേര് പോലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, പക്ഷേ മുഖം മനസ്സിൽ നിന്ന് മായത്തില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്.